മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയയ്ക്ക് എങ്ങനെയാണ് കേരളത്തിൽ പിടിമുറുക്കുന്നത്? ആരാണ് ജമാഅത്തെ ഇസ്ലാമിയയ്ക്ക് വെള്ളവും വളവും ഒഴിച്ച് കേരളത്തിൽ വളർത്തുന്നത് എന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. VD സതീശനൊക്കെ തന്നെയാണ് ഇതിന് വെള്ളവും വളവും കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. സതീശൻ തന്നെ പറയുന്നത് കേട്ടാൽ ഏതൊരു മലയാളിക്കും അത് ലളിതമാക്കി മനസ്സിലാക്കാനും സാധിക്കും. അതിനു മുമ്പേ ആയിട്ട് നമുക്കറിയാം, നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. AK ബാലൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് AK ബാലൻ ഒരു സുപ്രഭാതത്തിൽ രംഗത്തെത്തുന്നു, വലിയ പ്രഖ്യാപനം നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അതേപോലെ തന്നെ മാറാടൊക്കെ ഇനിയും ആവർത്തിക്കുമെന്നാണ് വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയത്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ആത്മാർത്ഥതയെ ഓരോ മലയാളിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് വെറുതെ അങ്ങ് വിളിച്ചു പറയല്ല. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാറാട് കലാപം പറയുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെ എന്തുകൊണ്ടാ AK ബാലനൊന്നും ഒരക്ഷരം മിണ്ടാതെ പോയത്? അതായത് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം വളരെ വ്യക്തമാണ്, മാറാട് കലാപത്തില് പ്രതികളായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതിൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്നുള്ളത്, മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയാണ് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും മാറാട് കലാപം പറയുമ്പോ ഈ പറയുന്ന AK ബാലൻ ഇടതുപക്ഷം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് മുസ്ലിം ലീഗാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ മുസ്ലിം ലീഗ് ഒക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോ AK ബാലൻ പറഞ്ഞ അതേ വിഷയം എന്തുകൊണ്ടാ എടുത്തു പറയാത്തത്? ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം പറയുന്നത് എന്തുകൊണ്ടാ? ജമാഅത്തെ ഇസ്ലാമിയെ ഏതായാലും തങ്ങൾക്കൊപ്പമില്ല എന്നുള്ള ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം എതിർത്ത് പറയുന്നത്. അതേസമയം മുസ്ലിം ലീഗിനെതിരെ മാറാട് കലാപം പറയുമ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ചൊരക്ഷരം ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ? മുസ്ലിം ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ LDFന്റെ കൂടെ പോകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് LDF മുന്നോട്ട് വന്നത്. അതുകൊണ്ട് മാറാട് കലാപത്തിലെ ഭൂരിപക്ഷം പ്രതികളായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പേര് ഒരക്ഷരം ഇണ്ടാതെ വെറുതെ UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഒക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് കൃത്യമായിട്ട് ഉണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാലം ഈ LDFന്റെ കൂടെ തന്നെയല്ലായിരുന്നു, ഈ LDFനൊപ്പം തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി UDFനൊപ്പം നിന്ന സമയത്തെങ്കിലും ആ യാഥാർത്ഥ്യം ഇടതുപക്ഷം AK ബാലനൊക്കെ വിളിച്ചു പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും LDFും UDF ഒക്കെ ഒരുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നമ്മുടെ കേരളത്തിൽ വളർത്തുന്ന, ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ എതിരെ കേരളത്തിലെ രാജ്യത്ത് നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോ സതീശനൊക്കെ മണ്ടക്ക്, അതായത് സതീശനൊക്കെ പൊള്ളുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണോ. വർഗീയത പറയുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ അതെങ്ങനെ വർഗീയതയാവുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക. ഒരു ചെറിയ ഭാഗമാണ്. CPM നേതാവ് ശ്രീ AK ബാലൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഒരു തീവ്ര ലൈനിന് സമാനമായ ഒരു ക്യാമ്പയിനാണ്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന. സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം. അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. അപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോ എങ്ങനെയാണ് അത് വർഗീയ പ്രചരണമാകുന്നത്? ഒരു വർഗീയ സംഘടനയ്ക്ക് എതിരെ പറയുമ്പോ അത് കേട്ടിട്ടോ വർഗീയതയോ എന്ന് പറയുന്ന രീതിയിലാ കേരളത്തെ സതീശനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ BJP ഈ പറയുന്ന കോൺഗ്രസിന്റെ എതിരെ പറയുന്നോ എന്നൊക്കെ പറയുന്നില്ലേ? ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാളുടെ മതവും ഉയർത്തി ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല, ഒരു വർഗീയതയില്ല. അത് തുറന്നു പറഞ്ഞാൽ ഓ വർഗീയതയോ എന്ന്
ഈ ഇരട്ടത്താപ്പൊക്കെ കേരളവും രാജ്യമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തർക്കമില്ലാത്ത വിഷയ. ഇപ്പൊ നേരെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ ഓ വലിയ വർഗീയതയോ അല്ലെങ്കിൽ മതത്തിന് നാണല്ല സതീശ. ഈ ജാതി വെളുപ്പിക്കലൊക്കെ നടത്തി മുന്നോട്ട് പോവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല ഒന്നാം തരം ഈ വർഗീയ സംഘടന തന്നെയാ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സിമി എന്ന സംഘടന എന്തായിരുന്നു രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയല്ലായിരുന്നോ സിമി മുന്നോട്ട് പോയിരുന്നത്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വർഗീയത, അതിനെതിരെ പറഞ്ഞാൽ വർഗീയത, എത്ര നാണമില്ലാത്ത പ്രസ്താവന. നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിനെതിരേക്ക് സംസാരിക്കുമ്പോൾ ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരേക്ക് ആരെങ്കിലും സംസാരിച്ചാൽ ഒന്നെങ്കിൽ സംഘപരിവാർ വർഗീയത പറയുന്നു, അല്ലെങ്കിൽ മതത്തിനെതിരെ ഇതൊക്കെ കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും ഈ മതത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാ. വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് അപമാനം തന്നെയാ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, വർഗീയ സംഘടനയ്ക്ക് പോപ്പുലർ, ഇതൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനമാണ്. അതൊക്കെ മുസ്ലിങ്ങൾ തന്നെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ തിരിച്ചറിയുന്ന ഒരു കാലത്ത് സതീശനൊക്കെ ഉളപ്പില്ലാതെ എന്തിനാണ് ഇവിടെ ജിഹാദിസം വളർത്താൻ വേണ്ടിയിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയല്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത്? മാധ്യമങ്ങളോട് ഇളക്കൊക്കെ പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയല്ല, ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നല്ല നിലപാട്. ഇവരെക്കാലത്തും ഇവർക്കൊക്കെ ഒരേ നിലപാടേ ഉള്ളൂ, മതരാഷ്ട്രവാദം എന്ന ഒരൊറ്റ നിലപാട്. ഒരവസരം കിട്ടിയാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കുക എന്നുള്ളത് തന്നെയാ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ലക്ഷ്യം. ഇപ്പൊ അവര് പതുങ്ങി അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ കാരണ, നരേന്ദ്രമോദി സർക്കാരിനെ ഭയന്നിട്ട് ഇവർ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടാളുകളുണ്ട്. അതേപോലെ തന്നെ ഇവർ വർഗീയതയല്ല എന്ന് പറഞ്ഞു നടക്കുക. സതീശൻ കേരളത്തിൽ ഉടാനീളം വിളിച്ചു പറഞ്ഞെടുക്കുക ഇവരൊക്കെ വർഗീയ സംഘടനയാ. ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ നടക്കുന്നവരാ. ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഒരവസരം കിട്ടിയാൽ ഷെയ്ഖ് ഹസീന നിരോധിച്ച ഒരു സംഘടനയായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി. ഒരു അവസരം കിട്ടിയ സമയത്ത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിനെയും ഈ ക്രിസ്ത്യാനിയെയും ഒക്കെ നരനായാട്ട് നടത്തുക. അവർക്ക് നേരെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിൽ ഇത് ആഗോളതലത്തിൽ ഒരൊറ്റ സംഘടനയാ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഇവിടെ പലസ്തീന് വേണ്ടിയിട്ട് നൂറുകണക്കിന് പ്രോഗ്രാം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരക്ഷരം ഇണ്ടാത്തത്? ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയൂലേ? ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം. ഇതൊക്കെ ഒന്ന് തന്നെയാ. ഇതിനെയൊക്കെ വെളുപ്പിക്കാണ് VD സതീശൻ രംഗത്തെത്തിയിട്ട് ഈ പറയുന്ന LDF ഇവർക്കൊപ്പം തന്നെയായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വളർത്തുന്ന ആളുകൾ, അതിന് UDF ആയിക്കൊള്ളട്ടെ LDF ആയിക്കൊള്ളട്ടെ, ആരെയാണെങ്കിലും ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളണോ? അത് മതഭേദമന്യേ പുച്ഛിച്ച് തള്ളണം. നാടിന് അപകടമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ നാട്ടില് വളർന്നു കഴിഞ്ഞാൽ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.